സൊസൈറ്റിയിൽ രണ്ടു തരം ആൾക്കാരുണ്ട്. ഇപ്പം ഹസ്ബൻഡ് വൈഫിന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ചില ആളുകളുടെ ഹസ്ബൻഡ് നീ പോയി ചാവെന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ചാവാനുള്ളതല്ല ഞാൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പോയി ചാവാൻ പറഞ്ഞ ആഹാ എന്നാ ഞാൻ കാണിച്ചു കൊടുക്കാം, എന്നെ അത്ര ഉള്ളൂല്ലേ വില എന്ന് ചിന്തിച്ച് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ എന്താണ് നമ്മളെ ചിത്രീകരിച്ച് വെച്ചേക്കുന്നതെന്നനുസരിച്ചിട്ടാണ്. അപ്പൊ ചില ആൾക്കാരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ നടന്നു പോകുമ്പോൾ ഒന്ന് നോക്കി ചിരിച്ചാൽ മതി, അപ്പോഴത്തേക്കും എന്നെ അവൻ കളിയാക്കിയതാ എന്ന് നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ മീനിങ്സ് കൊടുക്കുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. അപ്പൊ ബെറ്റർ ഞാൻ പറയുന്നത് അവനവനെ അറിയണം, അവനവൻ എന്താണ്, അവനവന്റെ കൂടുതലുകൾ എന്താണ്, കുറവുകൾ എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി എല്ലാവർക്കും ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് നമ്മളങ്ങ് തകർന്നു അല്ലെങ്കിൽ ഇത്ര ലോല ഹൃദയരായിട്ട് നമ്മൾ പോവില്ല. കാരണം ഈ ലോകത്ത് ഒരുപാട് നല്ലതും ചീത്തയുണ്ട്. അപ്പൊ ഒരാൾക്ക് ഇപ്പോൾ ഒരാൾ നന്നാവണതിനോട് ഒരുപാട് ആഗ്രഹമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഏതൊരാളുകളും വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിടത്തോളം വേറെ ആരും അനുഭവിച്ചിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഞാനിപ്പോ ഒരു ദിവസം ഒരു സെഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ക്ലയൻസും അവനവന്റെ ജീവിതമാണ് ഈ ലോകത്തെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ലൈഫ് എന്ന് ചിന്തിച്ച് വരുന്നവരാ. സോ ഒരുപാട് ജീവിതത്തിന്റെ റിയാലിറ്റി നേരിട്ട് കാണാനും അറിയാനും നമുക്ക് ഈ പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ പറ്റും. അപ്പൊ തന്നെ എല്ലാവരും ഇങ്ങനെ ഏതെങ്കിലും അമ്മ ചെയ്യോ, ഇതിങ്ങനെ ഏതെങ്കിലും ഭർത്താവ് ചെയ്യോ, അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും മക്കൾ ചെയ്യോ എന്ന് പറയുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ എല്ലാവർക്കും അവനവന്റെ വേദന എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. സോ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ മിക്കപ്പോഴും നമ്മൾ ഈ പ്രോബ്ലംസ് എന്ന് ചിന്തിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും ക്രിയേറ്റേഴ്സ് നമ്മൾ തന്നെയായിരിക്കും. കാരണം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മളത് എഫക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ അതിനെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. അതിലുപരി അവനവൻ എന്താണെന്നുള്ള ഒരു ധാരണ വേണം. ഇല്ലെങ്കിൽ ഈ ലോകത്ത് പെട്ടെന്ന് നമ്മൾ തകർന്നടിഞ്ഞു പോകും.